Welcome to our accountancy class. In the previous class, we discussed about how to journalize a transaction. In the current class, we will transaction journalize journal discuss. In this class, we are going to discuss about compound journal entry. എന്താണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി? കോമ്പൗണ്ട് ജേർണൽ എൻട്രി അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സിംഗിൾ ജേർണൽ എൻട്രി എന്താണെന്ന് അറിയാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ജേർണൽ എൻട്രികൾ എഴുതിയിരിക്കും. ആ ജേർണൽ എൻട്രിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ജേർണൽ എൻട്രി. അപ്പോൾ എന്താണ് സിംഗിൾ ജേർണൽ എൻട്രി? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആയിട്ട് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനെ പറയുന്ന പേരാണ് സിംഗിൾ ജേർണൽ എൻട്രി. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്താണ്? മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ്. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ വരുന്ന ട്രാൻസാക്ഷനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. മോർ ദാൻ വൺ ഡെബിറ്റോ മോർ ദാൻ വൺ ക്രെഡിറ്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഇനി നമുക്ക് ക്ലാസ്സിൽ കോമ്പൗണ്ട് ജേർണൽ എൻട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് അനദർ വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഡിസ്കൗണ്ട്? റിഡക്ഷൻ അല്ലെ, റിഡക്ഷൻ, അതായത് പ്രൈസിന് റിഡക്ഷൻ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. നമ്മൾ ഒരു കമ്പനിക്ക് ക്യാഷ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ആർ ഓഫ് ടു ടൈപ്പ്, രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടുകളുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ്, അത്തരം ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അതുപോലെ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ വരുന്ന ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഒന്നുകിൽ എല്ലാറ്റിൻ്റെയും ഡെബിറ്റുകൾ ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ എല്ലാ ക്രെഡിറ്റുകൾ ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഏപ്രിൽ 30th പെയ്ഡ് വേജസ് 3500, പെയ്ഡ് സാലറീസ് 4000, പെയ്ഡ് കമ്മീഷൻ 2500. ഇനി ഇവിടെയൊക്കെ എന്താണ്? പേയ്മെൻ്റ് ആണ് അല്ലേ? വേജസ് കൊടുത്തു. നമുക്ക് സിംഗിൾ എൻട്രി ആയിട്ട് എങ്ങനെ എഴുതാം? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ക്രെഡിറ്റ് എന്താണ് വരുന്നത്? ക്യാഷ് ആണ് വരുന്നത് അല്ലേ? എല്ലാറ്റിൻ്റെയും ക്രെഡിറ്റ് ക്യാഷ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. എങ്ങനെയാണ് ഒരൊറ്റ ജേർണൽ എൻട്രി ആയിട്ട് എഴുതുന്നത്? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ വേജസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും 3500, സാലറിയിൽ കാണിക്കും 4000, കമ്മീഷൻ 2500, ടു ക്യാഷിൽ നമ്മൾ കാണിക്കും ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തത്. അതായത് വേജസിൻ്റെ 3500ഉം സാലറീസിൻ്റെ 4000ഉം കമ്മീഷൻ്റെ 2500ഉം കൂടെ ടോട്ടൽ ചെയ്ത എമൗണ്ട് 10,000 ആണ്. എവിടെ കാണിക്കുക? ക്യാഷിൽ കാണിക്കുക. നരേഷൻ പെയ്ഡ് വേജസ്, കമ്മീഷൻ ആൻഡ് സാലറി. ഇതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതണമെങ്കിൽ ട്രാൻസാക്ഷന് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എന്താണ്? ക്യാഷാണ്. അത്തരം ട്രാൻസാക്ഷനാണ് നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000, മെഷീനറി ₹21,000 ആൻഡ് സ്റ്റോക്ക് ₹32,000. രാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000, മെഷീനറി ₹21,000 ആൻഡ് സ്റ്റോക്ക് ₹32,000. രാം എന്താണ്? ബിസിനസ് കമൻസ് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു, മെഷീനറി കൊണ്ടുവന്നു, അതുപോലെ സ്റ്റോക്കും കൊണ്ടുവന്നു. ഇതിനെ നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എങ്ങനെ എഴുതാം? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അതായത് രാമു ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ക്യാഷ്, മെഷീനറി, സ്റ്റോക്ക്. ദ വാല്യൂ ഓഫ് മെഷീനറി, സ്റ്റോക്ക്
ആൻഡ് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ആസ് ക്യാപിറ്റൽ. അതായത് രാമു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ക്യാഷ്, മെഷീനറി, സ്റ്റോക്ക്. ജേണൽ എൻട്രി: ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ 25,000, മെഷീനറി 21,000, സ്റ്റോക്ക് 32,000, ടു ക്യാപിറ്റൽ മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 78,000. നരേഷൻ എഴുതുക: ദ വാല്യൂ ഓഫ് ക്യാഷ്, സ്റ്റോക്ക് ആൻഡ് മെഷീനറി ഇൻട്രൊഡ്യൂസ് ആസ് ക്യാപിറ്റൽ. അതായത് രാം എന്ന് പറഞ്ഞ ആള് ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ക്യാഷും മെഷീനറിയും സ്റ്റോക്കും. ഇങ്ങനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രികൾ എഴുതുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കൗണ്ട്സ്. എന്താണ് ഡിസ്കൗണ്ട്? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ടേമാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് മീൻസ് റിഡക്ഷൻ അല്ലേ? റിഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് മീൻസ് ഡിഡക്ഷൻ. എന്താണ് ഡിസ്കൗണ്ട്? നമ്മൾ ഡിസ്കൗണ്ട് എന്നുള്ള ടേം കേട്ടില്ല. എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് മീൻസ് റിഡക്ഷൻ, കിഴിവ് അല്ലേ? ദെൻ അതായത് വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്സ് ആർ ഡിഡക്ഷൻ അലൗഡ് ഐദർ ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ഓർ ഓൺ ദി എമൗണ്ട് ഡ്യൂ. ഐദർ ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ഓർ ഓൺ ദി എമൗണ്ട് ഡ്യൂ. അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എമൗണ്ട് ഡ്യൂ ആവുന്ന അവർക്ക് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലോ കുറവ് വരുത്തുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ദെൻ ഡിസ്കൗണ്ട്സ് ആർ ഓഫ് ടു ടൈപ്പ്. രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടുകളുണ്ട്: ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ദ സെല്ലർ മേ ഗിവ് സർട്ടൻ കൺസെഷൻസ് in price to the purchaser. This deducted from the list price of the goods sold. The concession so given by the seller to the buyer for making bulk purchases is called trade discount or quantity discount. Normally, trade discount is deducted from the actual price and the net amount is shown in invoice. Therefore, trade discount will not come in the books of accounts. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് പ്രൈസിൽ കൊടുക്കുന്ന കൺസെഷനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ലിസ്റ്റ് പ്രൈസിൽ അവർക്ക് കുറവ് കൊടുക്കുക, അതിനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മൾ ഒരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താറില്ല. ട്രേഡ് ഡിസ്കൗണ്ട് വിൽ നോട്ട് കം ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്ത ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഗ്രാൻഡഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ as an inducement for making prompt payment. This will usually be allowed if the debtor settle their accounts within a stipulated date. The discount is a loss to the party. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the deduction granted by the creditor to the debtor as an inducement for making prompt payment. നമ്മൾ അതായത് പെട്ടെന്ന് ക്യാഷ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് തരാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വ്യക്തിക്ക് 5,000 റുപ്പീസ് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് പറഞ്ഞ ഡേറ്റിനേക്കാൾ മുന്നേ 5,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് നമുക്കൊരു ചെറിയ എമൗണ്ട് കുറച്ച് തരും. 5,000 റുപ്പീസ് കൊടുക്കുന്നതിന് പകരം നമ്മളോട് പറയുകയാണ് നിങ്ങൾ 4,500 തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന 500 രൂപേനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഈ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് വിൽ കം ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അതുപോലെ ഇതിന് നമ്മൾ ജേണൽ എൻട്രിയും കാണിക്കാറുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടിന് നമ്മൾ ജേണൽ എൻട്രി കാണിക്കാറുണ്ട്. ദെൻ ഇനി ട്രേഡ് ഡിസ്കൗണ്ടിന് എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹5,000 ഫ്രം മോഹൻ ആസ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. മോഹന് 5,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 10% ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹5,000 ഫ്രം മോഹൻ അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. 10% ട്രേഡ് ഡിസ്കൗണ്ട്.
പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ അക്കൗണ്ട്. ദെൻ ഇവിടെ 10% ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 5,000ന്റെ 10%, 5,000 ഇൻറ്റു 10/100 ഈക്വൽ ടു 500. 5,000 ഇൻറ്റു 10/100 500. ആ 500 ഏതിൽ നിന്നും മൈനസ് ചെയ്യണം? പർച്ചേസ് പ്രൈസിൽ നിന്നും മൈനസ് ചെയ്യണം. പർച്ചേസ് പ്രൈസ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് 5,000. 5,000 മൈനസ് 500 ഈക്വൽ ടു 4,500. ഇനി എത്ര രൂപ കൊടുത്താൽ മതി? 4,500 റുപ്പീസ് മോഹന് കൊടുത്താൽ മതി. അപ്പം ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ അക്കൗണ്ട്. ഡെബിറ്റിൽ 4,500ഉം ക്രെഡിറ്റിലും 4,500. ഇങ്ങനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി കാണിക്കാറില്ല. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എവിടെ കാണിക്കും? പർച്ചേസിൻ്റെ പ്രൈസിലാണ് നമ്മൾ ആ എമൗണ്ട് മൈനസ് ചെയ്ത പ്രൈസാണ് പ്രൈസിൽ കാണിക്കുക. അതായത് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ആ 500 രൂപയുടെ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മൾ എമൗണ്ടിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ അക്കൗണ്ട് എമൗണ്ട് 4,500. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടിന് നമ്മൾ സെപ്പറേറ്റ് ജേണൽ എൻട്രി ഒന്നും ഏതിൽ കാണിക്കില്ല? ട്രാൻസാക്ഷൻ്റെ കൂടെ അല്ലെങ്കിൽ ജേണലിൻ്റെ കൂടെ ട്രേഡ് ഡിസ്കൗണ്ട് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ജേണൽ നമ്മൾ കാണിക്കാറില്ല. അതിൻ്റെ പ്രൈസിലെ ഡിഫറൻസ് മാത്രമാണ് ട്രേഡ് ഡിസ്കൗണ്ടിൽ കാണിക്കുക. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട്. എക്സാമ്പിൾ റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ് ₹2,850 ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് ₹150 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ആനന്ദ്. ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തപ്പോൾ എത്ര രൂപയാണ് റിസീവ് ചെയ്തത്? 2,850. 2,850 രൂപയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. എത്ര രൂപ അയാൾക്ക് കൊടുത്തു? ഡിസ്കൗണ്ട് കൊടുത്തു. 150 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ എത്ര രൂപ കിട്ടാനുണ്ടായിരുന്നു? 3,000 റുപ്പീസ് കിട്ടാനുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ്. ഇവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് അലൗഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് അക്കൗണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം? ക്യാഷ് ഡിസ്കൗണ്ടും കൂടെ കാണിക്കണം. ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്തത്? 150. 150 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ജേണൽ എൻട്രി എഴുതുക. ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നുള്ളത്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് അക്കൗണ്ട്. ദെൻ ക്യാഷിൽ കാണിക്കുന്ന എമൗണ്ട് 2,850. ദെൻ ഡിസ്കൗണ്ട് 150. ആനന്ദിൽ കാണിക്കുന്നത് 3,000. എന്താണ് ആനന്ദിൽ 3,000 കാണിക്കുന്നത്? ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടാനുണ്ട്? 3,000 രൂപ കിട്ടാനുണ്ട്. പക്ഷേ കമ്പനി എത്ര രൂപയാണ് വാങ്ങിയിട്ടുള്ളത്? 2,850 രൂപയാണ് ആനന്ദിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. ബാക്കി 150 രൂപ ആനന്ദിന് കമ്പനി ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. ഇനി ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് കമ്പനി കൊടുക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെൻസിനെ നമ്മളിവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും. ഇത്രയാണ് ഡിസ്കൗണ്ട് അലൗഡിൻ്റെ ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ 2,850, ഡിസ്കൗണ്ട് 150, ആനന്ദ് 3,000.